നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അത്തം പത്തിന് പൊന്നോണം എന്നാണല്ലോ ചൊല്ല്. അപ്പോൾ ഇന്ന് ചോതി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രപ്പഴ പ്രഥമനാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇങ്ങനത്തെ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണം. ഈ തോലിങ്ങനെ കറുത്ത് ഇരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പഴുത്ത പഴമാണ് ഇതിന് നല്ലത് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ 2 പഴത്തിനെയും ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് സ്റ്റീമറിലാണ് ഈ പഴം വേവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതിലും വേവിക്കാൻ പറ്റും. വിസിലിടാതെ ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതിനെ ആദ്യമായിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചുകൊണ്ട് വരാം. പഴം വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കര ഇതേപോലെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് പാനി കാച്ചിയെടുക്കാം. നമ്മൾ സ്റ്റീമറിൽ വേവാൻ വെച്ചിരുന്ന പഴം ഇത് കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കണ്ടില്ലേ ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഴത്തിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ആറാനായിട്ട് വെക്കാം. നമ്മൾ വേവാൻ വെച്ചിരുന്ന പഴം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നിങ്ങളുടെ കയ്യിൽ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ ഉരുളിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു തവ തന്നെയാണ് പായസം ഉണ്ടാക്കാനും എടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ നേന്ത്രപ്പഴം വേവിച്ചത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴത്തിന് ഈ നെയ്യിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. 1/2 കിലോ ശർക്കരയാണ് കേട്ടോ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ശ്രദ്ധിക്കുക, എപ്പോഴും നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ മിക്സിയിൽ ഇടാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ആ അരച്ചെടുത്ത പഴത്തിൻ്റെ ശർക്കരയുടെ മിക്സിനെ ഇങ്ങനത്തെ വീണ്ടും ആ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് 2ാം പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ 2ാം പാല് ഈ പഴത്തിൻ്റെ മിക്സിയിൽ നന്നായിട്ട് പിടിച്ച് ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഇൻസ്റ്റൻറ്റ് ഇതാണ് കേട്ടോ, കോക്കനട്ട് മിൽക്കാണ്. അതുകൊണ്ട് ഞാൻ 1ാം പാല് ഒരു 1/2 കപ്പ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അധിക നേരം ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചുക്കിൻ്റെ പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ചുക്ക് പൊടിയാണ് കേട്ടോ, ഇതൊരു 1/4 ടീസ്പൂണോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അധിക നേരം 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി പായസത്തിലേക്ക് കുറച്ച് കാഷ്യൂസും റേസിൻസും കൂടി ഒന്ന് വറുത്തിടാം. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ല കേട്ടോ. തേങ്ങാക്കീർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇന്ന് നല്ല തേങ്ങ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിന്ന് കാഷ്യൂസും റേസിൻസും മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 4-5 കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കാഷ്യൂസും റേസിൻസൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് ചുവന്ന് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് റേസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓണത്തിന് പറ്റിയ നേന്ത്രപ്പഴ പ്രഥമൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ റെസിപ്പി, ഇങ്ങനത്തെ ഈസി മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഓണ വിഭവവുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.